ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എന്നെ എല്ലാവർക്കും കാണാം, എൻ്റെ ശബ്ദമൊക്കെ എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഓൾ, ഹലോ ഹലോ ഹായ്. ഓക്കെ, എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റ് നമ്മുടെ ഒരു 5 AM ക്ലബിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം കിടക്കാൻ നേരം ഇന്ന് രാവിലെ 5 AM ഉണ്ടല്ലോ എന്ന് പറഞ്ഞായിരിക്കും എല്ലാവരും വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് ഒട്ടും വൈകിക്കേണ്ട. നിങ്ങളുടെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. യെസ്, ഫൈൻ ഫൈൻ, ഓക്കെ ആണോ? ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എടാ, കേൾക്കാമല്ലോ അല്ലേ? സെറ്റ് അല്ലേ? കേൾക്കാമല്ലോ, കാണാമല്ലോ, എല്ലാം പെർഫെക്റ്റ് ആണല്ലോ. ഓക്കെ, ശരി. അപ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയോ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശകൾ സംബന്ധിച്ച ശേഷം താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ഏതാണ് ശരിയായവ കണ്ടെത്തുക. അപ്പൊ നമുക്ക് ഏതാണ് കണ്ടെത്തേണ്ടത്? ശരിയായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ 3 പ്രസ്താവനകളോട് നമുക്ക് വെറുതെ ഒന്ന് പോവാം. നോക്കിയോ, സംസ്ഥാന പുനഃസംഘടന 1956 നടപ്പിലാക്കി. ഓക്കെ ആണല്ലോ, 1956 നടപ്പിലാക്കി. ഓക്കെ, നമുക്കിത് അവിടെ നിൽക്കട്ടെ. കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ലാൽ എസ്കേദർ, KM പണിക്കർ എന്നിവരടങ്ങിയതാണ്. ഇതെല്ലാം ഒന്ന് മിക്സ്ഡ് ആയി കിടക്കയല്ലേ? KM പണിക്കർ ഫൈനാണ്. ഓക്കെ, 1956 ഫസൽ അലി കമ്മീഷനിൽ KM പണിക്കർ അല്ലെങ്കിൽ കാവാലത്ത് മാധവ് പണിക്കർ ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ തീർച്ചപ്പെടുത്താം. പക്ഷെ എസ്കേദറും ഈ പറഞ്ഞ ലാലും ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രസ്താവന തെറ്റാണെന്ന് പ്രഥമ ദൃഷ്ടിയ എന്നോടൊപ്പം ചോദ്യം വായിച്ച എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവനയിലേക്ക് നമ്മൾ വരുമ്പോൾ നോക്കിയോ, ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങളുടെ രൂപീകരണമായി പ്രധാന ശുപാർശ അല്ലേ? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണമായിരുന്നു ഫസൽ അലി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു ശുപാർശ എന്ന് പറയുമ്പോൾ. കാരണം അവരത് പഠിച്ചിട്ടാണ് അവർ പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഷാടിസ്ഥാനത്തിലാവട്ടെ നമ്മുടെ ഭാരതത്തിന്റെ വിഭജനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വിഭജനം എന്നുള്ളത് ആര് പറയുകയാണ്? നമ്മുടെ ഫസൽ അലി കമ്മീഷൻ പറയുകയാണ്. ഓക്കെ, അതിലുണ്ടായിരുന്ന ആരൊക്കെയാണ്? ഫസൽ അലി ഉണ്ട്, HN ഹൃദയനാഥ കുൻസ്രു ഉണ്ട്, പിന്നെ ആരുമുണ്ട്? നമ്മുടെ മലയാളിയായ കാവാലത്ത് മാധവ് പണിക്കർ, സർദാർ KM പണിക്കർ. കേരള സിംഹം എന്നുള്ള നോവൽ എഴുതി പഴശ്ശിരാജയെ കേരള സിംഹം എന്നൊക്കെ വിശേഷിപ്പിച്ചതാരാണ്? നമ്മുടെ സർദാർ KM പണിക്കർ അല്ലെങ്കിൽ കാവാലത്ത് മാധവ് പണിക്കരാണെന്നുള്ള കാര്യം കൊണ്ട് എന്ത് ചെയ്യുക, എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു പ്രസ്താവന വലിയ രീതിയിൽ സംശയങ്ങൾക്ക് ഇടവയ്ക്കാതെ എന്ത് ചെയ്യാം, നമുക്കിത് ശരിയായിട്ട് പരിഗണിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏത് ഉത്തരമായിട്ട് വരാം? A ഓപ്ഷനിൽ പറയുന്നു 1, 2, 3 എല്ലാം ശരിയാണെന്ന് പറയുന്നു. പക്ഷെ അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ശരിയാവാനുള്ള സാധ്യത ഉണ്ടോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറയുക, എല്ലാം ശരിയാവാനുള്ള സാധ്യത ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1, 3 മാത്രം. നമ്മൾ ഈ ടിക്കറ്റ് വെച്ചിരിക്കുന്ന പ്രസ്താവനകൾ 1, 3 അല്ലേ പിള്ളേരെ? നമ്മൾ ഈ ടിക്കറ്റ് വെച്ചിരിക്കുന്ന പ്രസ്താവനകൾ 1, 3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1, 3 ആണ്. 1, 3. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ B തന്നെയാണ്. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം ഒരു ലെവലിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം സെറ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകാതെ തന്നെ നമുക്ക് അടുത്ത ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് അവിടേക്ക് പോകാം. എല്ലാവരും വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, എന്നെ കേൾക്കാമല്ലോ, കാണാമല്ലോ, പെർഫെക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ ആണ്, സെറ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ശരി, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങിയ ഒരു ടോപ്പിക് ഏതാണ്? നമ്മുടെ ഭാരതത്തിന്റെ പുനഃസംഘടന അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടന അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, നമുക്കതിനെ ഇംഗ്ലീഷിൽ പറയാം. അതിനെപ്പറ്റി പറയുമ്പോൾ ഭാരതത്തിന്റെ പുനഃസംഘടന, സംസ്ഥാന പുനഃസംഘടനയുടെ പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം ചോദിച്ചു, വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ പലതും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് 5 മാർക്കോ 10 മാർക്കോ ഒക്കെ വെയിറ്റേജ് വരുന്ന പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുണ്ട്. ഡിഗ്രി പ്രിലിമിനറി പോലുള്ള പരീക്ഷകളെ ഫോക്കസ് ചെയ്യുന്ന 5 AM കാണുന്ന കൂട്ടുകാർ മനസ്സിലാക്കുക, ഇതില്ലാതൊരു ചോദ്യ പേപ്പർ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല, കുറവായിരിക്കും. കാരണം 10 മാർക്കിനാണ് നമുക്ക് ഡിഗ്രി പ്രിലിംസിന് എന്ത് വരുന്നത്, നമ്മുടെ 10 മാർക്കിനാണ് അവിടെ ഈസ്റ്ററുടെ വെയിറ്റേജ്. ബാക്കിയുള്ള കൂട്ടുകാർ സിവിൽ എക്സൈസ് ഓഫീസറും സിവിൽ പോലീസ് ഓഫീസറും പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാനും ഫയർമാൻ ട്രെയിനിയും പിന്നെ വുമൺ സിവിൽ പോലീസ് ഓഫീസറും എല്ലാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വുമൺ, ഇതൊക്കെ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കിക്കൊള്ളുക. സംസ്ഥാന പുനഃസംഘടനയോട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പതർച്ചയില്ലാത്ത രീതിയിൽ ചെറിയ ടോപ്പിക്കാണ്,
താരതമ്യേന ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നമ്മൾ പഠിച്ചു പോകേണ്ടത്. നമുക്ക് നോക്കാം. അത് നോക്കിയോ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വിത്ത് ഡേറ്റ് പറഞ്ഞാൽ 1947 ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ആഗസ്റ്റ് 15 ആഗസ്റ്റ് 15 ആണ് സംഭവം. ഓക്കെ, ആ സമയത്ത് എത്ര ബ്രിട്ടീഷ് പ്രവിശ്യകൾ നമുക്കുണ്ടായിരുന്നു? ഇത് ചോദിക്കാം, കാരണം എത്ര നാട്ടുരാജ്യം ഉണ്ടായിരുന്നുണ്ട് 2022 CPL ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം 17 ബ്രിട്ടീഷ് പ്രവിശ്യകൾ. എൻ്റെ പിന്നെ ഇത് കാണുന്ന ആൾക്കാർ കൂടെ പറയുക, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, നിലവിലിരിക്കുന്ന നിങ്ങൾ പറയുക എത്ര പ്രവിശ്യകൾ? 17 ബ്രിട്ടീഷ് പ്രവിശ്യകളും. റിപ്പീറ്റ് ആഫ്റ്റർ മീ, 17 ബ്രിട്ടീഷ് പ്രവിശ്യകളും. വെരി ഗുഡ്. ആ ഉറക്ക ചടവൊക്കെ ഒന്ന് മാറി ആ ഒരു കണ്ണൊക്കെ അടച്ചു വെച്ച് മറുകണ്ണുകൊണ്ട് കാണുന്ന ആൾക്കാരൊക്കെ ആ മടിയൊക്കെ വിട്ട് എണീറ്റിരുന്നിട്ട് എൻ്റെ കൂടെ പറയാനൊന്ന് ശ്രമിച്ചു നോക്കിയാണ്. 17 ബ്രിട്ടീഷ് പ്രവിശ്യകളും. പറ, 17 ബ്രിട്ടീഷ് പ്രവിശ്യകളും 565 ദേശീയ രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളും പ്രിൻസിലി സ്റ്റേറ്റ്സും എന്ത് ചെയ്തു? ഇതിവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, 565 നാട്ടുരാജ്യങ്ങൾ. അപ്പോൾ 17 പ്രവിശ്യകൾ, 17 പ്രവിശ്യകളും 565 നാട്ടുരാജ്യങ്ങളും. 565 നാട്ടുരാജ്യങ്ങളും എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾക്കിനി ആരെവിടെ നിന്ന് തിരിച്ചു മറിച്ച് ഏത് സ്റ്റേറ്റ്മെന്റിൽ ആര് ചോദിച്ചാലും നിങ്ങൾക്ക് തിരിഞ്ഞു പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, 1947 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിപ്പിച്ചെങ്കിലും സംസ്ഥാനങ്ങളുടെ രൂപം കിട്ടിയിട്ടില്ല. അതാ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്ക്, 1947 50 3 വർഷത്തെ കാലത്തെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്ത്യ 1947 നമ്മുടെ ഓഗസ്റ്റ് മാസം 15 സ്വതന്ത്രമായിട്ടും 1950 വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഈ കാലത്ത് എവിടെയും എന്ത് സംഭവിച്ചിട്ടില്ല? സംസ്ഥാന രൂപീകരണം സംഭവിച്ചിട്ടില്ല. പല പ്രവിശ്യകളുണ്ട്, പല പ്രവിശ്യകളുമായിട്ട് നാട്ടുരാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ മാറ്റി വരികയാണ്. ഓക്കെ, ഓൾറെഡി നമുക്ക് 1928 ഒരു സമ്മേളനം, പയ്യന്നൂർ സമ്മേളനം നമുക്കറിയാം. അന്ന് പയ്യന്നൂർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത് മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നൊരു കാര്യമാണ്. മലയാള ഭാഷ സംസാരിക്കുന്നവർക്കായി മലയാള ദേശം എന്ന ആശയം. എങ്ങനെ? മലയാള ഭാഷ. ഇതൊക്കെ ചോദിക്കും കേട്ടോ, ചുമ്മാ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ചോദ്യ പേപ്പറിൽ കണ്ടു കഴിഞ്ഞ് വണ്ടടിക്കരുത്. ഓക്കെ, അപ്പം ചുമ്മാ പറയുന്ന കാര്യമാണെങ്കിലും ചുമ്മാ അതെടുക്കാതെ ചുമ്മാ കേട്ടിരുന്ന് ചുമ്മാതല്ലാത്ത പരീക്ഷ അങ്ങ് എഴുതി ചുമ്മാ പാസ്സാകും. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഏതാ കാര്യം? 1928 അന്ന് ജവഹർലാൽ നെഹ്റുവിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു മലയാള ദേശം, അല്ലെ, ഒരു മലയാള ദേശം എന്ന ആശയം 1928 നമ്മൾ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. പയ്യന്നൂർ സമ്മേളനം മുഖാന്തിരം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മുഖാന്തരമല്ല, മുഖാന്തിരം. അതും കൂടെ ഓർത്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. അടുത്ത് ഇതിനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കാനായിട്ട് പോകുന്ന. ആ ചലഞ്ചസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പല സംസ്ഥാനങ്ങളും ചരിത്രപരമായ അടിസ്ഥാനം കൊണ്ടോ, അല്ലെ, ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ചരിത്രരേഖകൾ അല്ലെങ്കിൽ അന്നത്തെ കണക്കിനുള്ള ലാൻഡ് ബൗണ്ടറീസ് ഉണ്ട്, അല്ലെങ്കിൽ പണ്ട് രാജാക്കന്മാരൊക്കെ വെച്ചിരുന്ന ലാൻഡ് ബൗണ്ടറീസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഈ വിഭജനവും മറ്റു കാര്യങ്ങളും എല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മുടെ അതിർത്തി നിർണയ കമ്മീഷൻ എങ്ങനെയാണ് അതിർത്തി നിർണ്ണയിക്കുന്നത്? സംവരണ മണ്ഡലങ്ങളുടെയും പല മണ്ഡലങ്ങളുടെയും ബേസിസിൽ അതിർത്തി ഡീലിമിറ്റേഷൻ കമ്മീഷൻ അത് ചെയ്യുന്നത്. പക്ഷെ അന്ന് അത് അത്ര സ്ട്രോങ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അന്ന് ഇത് പ്രധാനമായിട്ടും ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിൽ അന്ന് അനുഭവപ്പെട്ട ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു എന്ത്? ചരിത്രപരമായിട്ടുള്ള ചില അടിസ്ഥാനം, സംസ്ഥാന ചരിത്രം. അതായത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ചിലപ്പോൾ ഒരു കല്ല് കൊണ്ടുവച്ചിട്ട് പറയണം, ഇത് ഇന്ന രാജാവിന്റെ അധികാര പരിധി ഇത്രയുമാണ്, ഈ കല്ലിനപ്പുറത്തേക്ക് അടുത്ത രാജാവ് എന്ന് പറയുന്ന ഒരു സ്ഥിതി വരുന്നു. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാം. പല സംസ്ഥാനങ്ങളിലും ചരിത്രപരമായ അടിസ്ഥാനം കൊണ്ടോ ഭരണപരമായ അടിസ്ഥാനം കൊണ്ടോ വിഭജിക്കപ്പെട്ടിരുന്നു. ഓക്കെ, ഭരണപരമായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം. കേരള സംസ്ഥാനം നിങ്ങൾ എടുക്കൂ, തിരുവിതാംകൂർ നാട്ടുരാജ്യമുണ്ട്, കൊച്ചി നാട്ടുരാജ്യമുണ്ട്, മലബാറും ഉണ്ട്. പക്ഷെ മലബാർ ടിപ്പു ഒരിക്കൽ പിടിച്ചടക്കി. അപ്പൊ അവിടെ ഇത്ര അഡ്മിനിസ്ട്രേഷൻ മാറിയല്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു? അവിടെ ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് പിടിച്ചെടുത്തപ്പോഴത്തേക്കും അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ വരുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൽ ആരെ കൊണ്ടുവരുന്നു? മലബാറിനെ കൊണ്ടുവന്നു. ഈ മലബാർ ഏത് പ്രവിശ്യയുടെ ഭാഗമായി? മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായി.
ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിള് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു എക്സാമ്പിളിൽ ഊന്നൽ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഭരണപരമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. കാരണം കേരള സംസ്ഥാനത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്ന മലബാർ എന്ന പ്രദേശം എവിടെ ഏത് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു? ഏത് പ്രസിഡൻസി? മദ്രാസ് പ്രസിഡൻസി. വെരി ഗുഡ്. വെറുതെ ഇരിക്കാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ അതിന്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കമന്റ് ബോക്സ് കത്തിക്കേണ്ടതായിട്ടുണ്ടല്ലേ? നല്ലപോലെ കത്തി വന്നാലേ നമുക്ക് സെറ്റ് ആവാൻ പറ്റൂ. ശരി, അപ്പൊ അതോടെ ഇരിക്കട്ടെ. അടുത്ത് നോക്കാം. ഭാഷാ വൈവിധ്യം കാരണം വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ അതത് ഭാഷയിൽ സംസാരിക്കുന്നവരുമായി ഒരുമിച്ച് അണിനിരക്കണമെന്ന് ആഗ്രഹിച്ചു. വേറൊന്നുമല്ല, നമുക്കിപ്പം ഈ കേരളത്തിന്റെ കേസ് തന്നെ എടുക്കാം. മലബാറിൽ സംസാരിക്കുന്നതും മലയാളം, കൊച്ചിയിൽ സംസാരിക്കുന്നതും മലയാളം, തിരുവനന്തപുരത്ത് സംസാരിക്കുന്നതും മലയാളം. പക്ഷെ ഇത് കിടക്കുന്നത് എങ്ങനെയാണ്? തിരുവിതാംകൂർ നാട്ടുരാജ്യം, കൊച്ചി നാട്ടുരാജ്യം. എന്നാൽ മലബാറിൽ വരുമ്പോഴോ മദ്രാസ് പ്രവിശ്യ. മദ്രാസിൽ ആ ഒരു പ്രവിശ്യക്ക് കീഴിൽ വരുന്നത് മദ്രാസ് പ്രൊവിൻസിൽ ആണ് പണ്ട് ആന്ധ്രാപ്രദേശ് വന്നിരുന്നത്. നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ പണ്ട് വന്നിരുന്നത് എവിടെയാണ്? അത് മദ്രാസ് പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. എവിടെ? മദ്രാസ് പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അതിൽ നിന്നാണ് പിന്നെ എന്ത് വിഭജിക്കുന്നത്? ആന്ധ്രാപ്രദേശ് വിഭജിക്കുന്നത്, അല്ലെങ്കിൽ ആന്ധ്ര സംസ്ഥാനം വിഭജിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, തെലുങ്കന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരുമിച്ചാവണമെന്ന് പറഞ്ഞു. തമിഴന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരുമിച്ചാവണമെന്ന് പറഞ്ഞു. മലയാളികളെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരുമിച്ചാവണമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് വേർതിരിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകണമെന്ന് ഇവർക്കുണ്ടായിരുന്നു. അതാണ് ഈ പോയിന്റിൽ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നാൽ വിട്ടുകളയില്ലല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ് അതുപോലെ ഓർത്തു വെച്ചിരിക്കുമല്ലോ, മറക്കരുത്. അടുത്ത് നോക്കിയോ. സാമ്പത്തികവും സാമൂഹികവുമായ പുനഃസംഘടനയല്ലാതെ ഭരണക്രമങ്ങൾ പുനഃക്രമീകരിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടായേക്കാമെന്ന ആശങ്ക നിലനിന്നു. ഇത് JVP കമ്മിറ്റിയൊക്കെ പറഞ്ഞ കാര്യമാണ്. JVP കമ്മിറ്റി. ഓക്കെ, നമ്മുടെ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, പട്ടാഭി സീതാരാമയ്യ ചേർന്ന JVP കമ്മിറ്റി പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? സാമ്പത്തികവും സാമൂഹികപരവുമായിട്ടുള്ള ആ ഒരു വേർതിരിവിൽ തന്നെ ആയിരിക്കണം എന്ത് വിഭജനം നടക്കേണ്ടത്. അല്ലാതെ ഒരേ ഭാഷ സംസാരിക്കുന്ന ഭാഷാടിസ്ഥാനത്തിലായിരിക്കരുത് എന്നാര് ശക്തമായി പറഞ്ഞു? JVP കമ്മിറ്റി അവിടെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് OT ശ്രീരാമലുവിൻ്റെ ആ രക്തസാക്ഷിത്വവും അതിനുശേഷം പൊന്തി വരുന്ന ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ടും. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് 2014 വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ വിഭജനം നടന്നു. തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം 2014 ജൂൺ മാസത്തിൽ ഉണ്ടായ കാര്യം എൻ്റെ സുഹൃത്തുക്കൾ അറിയാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒരുപക്ഷെ അന്ന് സ്കൂളുകളിൽ പഠിച്ചിട്ടിരുന്ന ആൾക്കാരായിരിക്കാം, അന്ന് കോളേജിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? സൗണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ തന്നെ പിടിക്കുക. ശരി, നോക്കി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനുള്ള ചില പ്രയത്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് നോക്കിയോ. ഭാരതത്തിന്റെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണ ആവശ്യങ്ങൾ 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഓർക്കുക, 1928 അതൊക്കെ നിൽക്കട്ടെ, നമുക്ക് 1920 സമ്മേളനം നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എവിടെ നിന്നുമാണ് സംസ്ഥാന പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിലാകണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞെന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ 1920 എന്നെങ്ങാനും എയിലോ ബിയിലോ സിയിലോ ഡിയിലോ കണ്ടാൽ പേനയെടുത്ത് സുന്ദരമായി നോക്കി ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കുത്തിട്ട് നിങ്ങളുടെ OMR ഷീറ്റിൽ 1920 നേരെയാണോ വട്ടമിട്ടതെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ മനസ്സിലാക്കാണല്ലോ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം വേണമെന്ന് ആദ്യമായി ചർച്ച ചെയ്ത കോൺഗ്രസ് സമ്മേളനം അത് 1920 36 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അത് സംഭവിക്കുന്നത് എന്നേ ഉള്ളൂ. 36 വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത് എന്നേ ഉള്ളൂ. എന്ത് ചെയ്യുക എൻ്റെ സുഹൃത്തുക്കള് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, 1948 ഥർ കമ്മീഷൻ ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കരുത്. ഇത് മുമ്പൊരിക്കൽ ചോദിച്ച് തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവന്മാരാണ് ചെന്നിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന്
പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊരു കള്ളത്തരമാണെന്ന് ആലോചിക്കുകയാണ് അല്ലേ? തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ, എന്തോരം കള്ളത്തരങ്ങളാണ് നമ്മളെ ഇരകളാക്കിക്കൊണ്ട് വരുന്നതെന്നൊന്ന് ആലോചിക്കാം. നമ്മളെ പൊട്ടന്മാരാക്കാൻ, നമ്മളെ ജോലി കളയാനായിട്ടല്ലേ? അപ്പം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പൊക്കോ. ഇവിടെ വെച്ച് പഠിച്ചു പോയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. നല്ലത് മാത്രമേ വരൂ അല്ലേ? നമ്മൾ നല്ലത് ചിന്തിക്കുന്നു, നല്ലത് പ്രവർത്തിക്കുന്നു, നല്ലത് മാത്രമേ പ്രവർത്തിക്കൂ. അപ്പൊ നമുക്ക് എന്തേ കിട്ടൂ? നല്ലത് ചെയ്താൽ നല്ലത്. ഓക്കെ, നല്ലത് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, എന്നാൽ ആന്ധ്രാപ്രദേശ് നിർമ്മാണത്തിനിടയിൽ നടന്ന പൊറ്റി ശ്രീരാമലുവിന്റെ, അമരജീവി എന്നറിയപ്പെടുന്ന പൊറ്റി ശ്രീരാമലുവിന്റെ പിന്നെ രക്തസാക്ഷിസ, അല്ലെങ്കിൽ കാരണം എന്താ, ഭാഷാപരമായ സംസ്ഥാന രൂപീകരണം, അദ്ദേഹത്തിന്റെ എന്താണ് ഹങ്കർ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ നിരാഹാര സമരം, അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ മരണം, 56 ദിവസം ആ പാവപ്പെട്ടവൻ കിടന്നു. 56 ദിവസം വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, തെലുങ്ക് സംസാരിക്കുന്ന തെലുങ്കന്മാർക്ക് വേണ്ടി തെലുങ്ക് ദേശം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആര് പട്ടിണി കിടന്നു? പൊറ്റി ശ്രീരാമലു, അല്ലെങ്കിൽ അമരജീവി എന്ന് വിളിക്കാൻ പറ്റും. ആന്ധ്രയും പിന്നെ നമ്മുടെ തെലങ്കാനയും തമ്മിൽ വിഭജിച്ചപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നുള്ള പദവി ആർക്ക് പോയി? ആന്ധ്രയ്ക്ക് പോയി. പകരം അത് ആർക്ക് കിട്ടി? കർണാടകയ്ക്ക് കിട്ടി. ഓർത്തു വെച്ചോ, ഈ ഫാക്റ്റുകൾ മറക്കരുത്. ശരി, ഇനി ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണം. ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടല്ലെങ്കിൽ പിന്നെ ഉണ്ടായ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ നമുക്കൊരു ഒറ്റ ഉത്തരവുള്ള ഏതാണ്? ആന്ധ്രയാണ്. ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്രയാണ്. ആന്ധ്രാപ്രദേശ് വരുന്നത് 1956 നവംബർ 1-നാണ്. എന്നാൽ മറ്റത് 1953 ഒക്ടോബറിൽ വരുന്നു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മൾ പറയും. നിങ്ങളിവിടെ ചുമ്മാ ഒന്ന് കേട്ടിരുന്ന് ഇതിവിടെ പഠിച്ച് ശക്തമായും സ്വസ്ഥമായും ശക്തമായും കേട്ടിട്ട് പോവുക. ഓക്കെ, 1952 പോറ്റി ശ്രീരാമലു ഭാഷാപരമായ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കണമെന്ന് നിരാഹാര സമരം ആരംഭിച്ചു. അദ്ദേഹം ആന്ധ്രാപ്രദേശ് രൂപീകരിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു. 56-ാം ദിവസം അദ്ദേഹം മരണപ്പെടുകയും വലിയ പ്രതിഷേധങ്ങൾ ഇതേ ചൊല്ലി ഉണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ 1953 മദ്രാസ് സംസ്ഥാനത്തിൽ നിന്ന്, മദ്രാസ് പ്രവിശ്യയിൽ നിന്ന്, പഴയ പ്രവിശ്യ പിന്നെ സംസ്ഥാനം, പ്രവിശ്യയിൽ നിന്ന് എന്ത് ചെയ്തു? തെലുഗു ഭാഷാ സമൂഹത്തിന് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. 1953 ഒക്ടോബർ മാസം 1-ാം തീയതിയായിരുന്നു അത്തരത്തിലൊരു കർമ്മം നടന്നത്. എൻ്റെ കൂട്ടുകാർക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരാണ് പിന്നെ നമ്മുടെ ആന്ധ്രയിലെ അമരജീവി? ചിരഞ്ജീവി അല്ല കേട്ടോ, ചിരഞ്ജീവി അല്ല, അമരജീവി എന്നറിയപ്പെടുന്നതാണ്. അത് പോറ്റി ശ്രീരാമലു ആണെന്ന് കൊണ്ട് എന്ത് ചെയ്യാം, എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും വരെ നിങ്ങൾ സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇതൊക്കെ ചോദിക്കും കേട്ടോ, ഇതൊക്കെ ചുമ്മാ ചോദിച്ച് കളയണ സാധനങ്ങളാണ്. എത്ര ദിവസത്തെ നിരാഹാര സമരം? 56 ദിവസം. 56 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷമാണ് ആര് മരിക്കുന്നത്? പൊറ്റി ശ്രീരാമലു മരിക്കുന്നത്. 56 ദിവസത്തെ നിരാഹാരത്തിന് ശേഷമാണ് ആര് മരിക്കുന്നത്? പൊറ്റി ശ്രീരാമലു മരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ കണ്ടല്ലോ, മദ്രാസ് സംസ്ഥാനം ആരൊക്കെ ഉണ്ടായിരുന്നു? മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഇത്ര മനസ്സിലായല്ലോ? മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ആകെ 17 പ്രവിശ്യ, 565 നാട്ടുരാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാന്നേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞതിന്റെ ഇന്റൻസിറ്റി എത്രമാത്രമാണെന്നുള്ളത്. ഓക്കെ, ശരി, നമുക്ക് അടുത്തിൽ പോവാം. 1953 പുനഃസംഘടനാ കമ്മീഷനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ 1953 വന്ന പുനഃസംഘടനാ കമ്മീഷൻ നമുക്ക് നോക്കാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ 1953 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു കമ്മീഷനെ നിയമിക്കുന്നു. ആരാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഫസൽ അലി കമ്മീഷനെ രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെന്ന് പറയും? ഐക കണ്ഠ്യേനെ പറയുക. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു അല്ലേ? നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാം. എന്ത്? ബീഹാർ ഗാന്ധി. അത് ബീഹാർ ഗാന്ധി മാത്രമാണ് അദ്ദേഹം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ചെയർമാൻ കൂടിയാണ് ആര്? നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ മറക്കരുത്. 1950-62 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഇവിടെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച വ്യക്തി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പുരുഷൻ ആരെന്ന് ചോദിച്ചാലും ആരെന്ന് തന്നെ പറയണം. പല രീതിയിൽ ഇപ്പം സെക്രട്ടറിക്ക് കാര്യദർശി എന്നൊരു പദവും കൂടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാലും എന്താണ്?
ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ പ്രസിഡന്റിന്റെ കാര്യം പറയുമ്പോൾ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് AKA ബീഹാർ ഗാന്ധിയാണെന്ന് എന്ത് ചെയ്യുക എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഇനി ഇതാ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, അതാണ് SRC. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ വെറുതെ പേടിച്ച് അവിടെ ഇരുന്ന് ഉള്ള മാർക്കും കൊണ്ട് കളയരുത്. SRC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. നിങ്ങൾക്ക് അത് തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനാണ് അങ്ങനെ കൊണ്ടുവന്നത്. പക്ഷെ താഴത്തെ ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, ഫസൽ അലി അദ്ദേഹമായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഫസൽ അലി ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ആരാണ്? ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. ആരാണ്? ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ. സർദാർ KM പണിക്കർ AKA കാവാലത്ത് മാധവ് പണിക്കർ. കാവാലത്ത് മാധവ് പണിക്കർ ആയിരുന്നു ഇതിന്റെ അടുത്ത ഒരു അംഗം. പിന്നെ HN കുൻസ്രു അല്ലെങ്കിൽ ഹൃദയനാഥ കുൻസ്രു. എങ്ങനെ? ഹൃദയനാഥ കുൻസ്രു. ഹൃദയനാഥ കുൻസ്രു ആണെന്ത്? HN കുൻസ്രു എന്നിവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ ആൾക്കാർ? കൂടെ പറ. ഇതൊക്കെ ചുമ്മാ തെറ്റിക്കളയരുത്. ഓക്കെ, ഫസൽ അലി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. KM പണിക്കർ ആര്? സർദാർ KM പണിക്കർ, സർദാർ കാവാലത്ത് മാധവ് പണിക്കർ. പിന്നെ ആരാണ്? ഹൃദയനാഥ കുൻസ്രു അല്ലെങ്കിൽ HN കുൻസ്രു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സുഹൃത്തുക്കള് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, അടുത്ത് നമുക്ക് നോക്കാം കമ്മീഷന്റെ. ഇത് ചോദിക്കും. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൺഫേം. ലോക്ക് സാധനം എന്ന് വെച്ചാൽ ലോക്ക് സാധനം, ക്വസ്റ്റ്യൻ ലോക്ക്, QL. ചുമ്മാ അടിച്ചിട്ടോ. കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശിപാർശകളെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഭാഷയെ പ്രധാനമായും പരിഗണിച്ചെങ്കിലും ഭൗതികവും ഭൂഗോളവും അല്ലെങ്കിൽ ഭൗഗോളികം എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കലിയും സാമ്പത്തികവും ഭരണപരവുമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. ഭാഷാ അടിസ്ഥാനത്തിലാണെങ്കിലും അതിൻ്റെ ലാൻഡ് ബൗണ്ടറികൾ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ജോഗ്രഫിക്കൽ പരിപാടിയും പിന്നെ അതുപോലെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷനും കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരേണ്ടതെന്നുള്ളത് കമ്മീഷന്റെ ഒരു പ്രധാന ശുപാർശയായിരുന്നു എന്ന് ഓർമ്മിക്കുക. ചെറിയ സംസ്ഥാനങ്ങൾ സംയോജിപ്പിച്ച് വലിയ പ്രാദേശിക സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. ഇപ്പൊ ചെറിയ സ്ഥലങ്ങളൊക്കെ ഒരു സംസ്ഥാനമാകാൻ പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ അത്ര ഭയങ്കരമായ ഒരു ലാൻഡ് ഏരിയ ഒന്നും ഇല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യുക, അതിനെയൊക്കെ യോജിപ്പിച്ചൊരു സംസ്ഥാനമാക്കി മാറ്റുക. പക്ഷേ തുടക്കത്തിൽ ഗോവയൊക്കെ എന്തായിരുന്നു? കേന്ദ്രഭരണ പ്രദേശം. ഗോവ അന്ന് പോർച്ചുഗീസുകാരെ കയ്യിരിക്കണം 61 അവർ പോകുമ്പോൾ ഇത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് 87 കാണണം. പിന്നെ ഗോവ നമ്മുടെ സംസ്ഥാനമായിട്ട്. ഗോവ നമ്മുടെ സംസ്ഥാനമല്ല, ഗോവ ഒരു സംസ്ഥാനമായി വളരുന്നത് ഞാൻ നോക്കിയിരുന്നു. ഓക്കെ, ശരി. അടുത്തത് ബോംബെ, മദ്രാസ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. ബോംബെ ആണ് മഹാരാഷ്ട്രയാവുന്നത്. മഹാരാഷ്ട്ര. പഞ്ചാബ് തന്നെ ഇല്ല, മറ്റേ കൊച്ചി പഴയ കൊച്ചി എന്നല്ല പറയാം. പഞ്ചാബ്. അടുത്താണെങ്കിൽ ഇതാ മദ്രാസ് ആണെങ്കിൽ എന്തായി? തമിഴ്നാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ പാട്ടൊക്കെ ആലോചിച്ചത്. ശരി, അപ്പൊ എങ്ങനെ ചെറിയ സംസ്ഥാനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ പ്രദേശങ്ങൾ രൂപീകരിക്കണം എന്നൊരു ആശയം വന്നു. ഒന്ന് പഠിക്കുക. പിന്നെ ഭാഷ പ്രധാനമായിട്ടാണ് ചെയ്തതെങ്കിലും അവിടെ ഭൗതികവും സാമ്പത്തികവുമായ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അത്തരത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ബോംബെ, മദ്രാസ്, പഞ്ചാബ് എന്നുള്ളത് എന്താണ്? അതൊക്കെ സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് രൂപീകരിക്കണമെന്നും പറഞ്ഞു. ഓക്കെ, അടുത്ത 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമം എന്താണെന്ന് നോക്കാം. 1956 ഭാരതീയ പാർലമെന്റ്, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കി. 56 നവംബർ 1 മുതൽ ഊന്നി ഞാൻ പറയട്ടെ, 1956 നവംബർ 1 മുതൽ എന്ത് ചെയ്യാണ്? പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. എന്നെ വീണ്ടും കേൾക്കാമല്ലോ. നിങ്ങൾ ഉണർന്നിരിക്കും, ചാടി നിൽക്കി. ചെറുതായിട്ടൊക്കെ മയക്കത്തിലോട്ട് പോയവർ എണീക്ക്. 1956 സോറി, കുറച്ച് കൂടിപ്പോയി. 1956 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് നോക്കാം. 14 സംസ്ഥാനങ്ങൾ, അതായത് ഇത് പഠിച്ചോ, 14 സ്റ്റേറ്റ്സ്, പിന്നെ 6 UT. 14 സ്റ്റേറ്റ്സ് ഉണ്ട്, 6 UT ഉണ്ട്. യൂണിയൻ ടെറിട്ടറീസും സ്ഥാപിതമായി. ഓക്കെ, ശരി. അടുത്ത് കേരളം. മദ്രാസ് പ്രവിശ്യയിലെ മലബാർ പ്രദേശം, തിരുവിതാംകൂർ, കൊച്ചി. കേരളം എങ്ങനെ വന്നു? കേരളം വന്നത് മദ്രാസ് പ്രൊവിൻസ് വന്നു. പിന്നെ അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ, കൊച്ചിയും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്താണ് എന്ത് ചെയ്യുന്നത് കേരളയാവുന്നത്. 1956 നവംബർ 1 വരെ ആകപ്പാടെ 5 ജില്ലകളെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമോ? തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പിന്നെ കോട്ടയം, പിന്നെ മലബാർ. ഇത് ആ സംഭവം അതാണ് മലബാർ. ഓർമ്മിച്ച് വെച്ചോ. ആ ഡബ്സി ഇപ്പോൾ കോമാളിത്തരം കാണിച്ചില്ല. ആ സാധനം മലബാർ. അത് ശരി.
അടുത്ത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, പഞ്ചാബ് തുടങ്ങിയവ എന്ത് ചെയ്തു? പുതിയ രൂപത്തിൽ മാറും. മധ്യപ്രദേശ്, രാജസ്ഥാൻ, പിന്നെ കർണാടക, പഞ്ചാബ് ഇതൊക്കെ എന്ത് ചെയ്തു? പുതിയ രൂപത്തിലോട്ട് മാറി. ഹൈദരാബാദ്, ഭോപ്പാൽ, വിന്ധ്യപ്രദേശ്, പിന്നെ കാരക്കൽ പിന്നെ കോട്ടച്ചേരി എന്നറിയപ്പെട്ടു. തുടങ്ങിയവ എന്ത് ചെയ്തു? ചെറിയ രാജ്യങ്ങൾ വൻ സംസ്ഥാനങ്ങളിലോട്ട് ലയിക്കാൻ തുടങ്ങി. കാരക്കൽ, യാന, മാഹിയൊക്കെ ഫ്രഞ്ചുകാർ 54 ഇട്ടിട്ട് പോയി. പക്ഷെ അതിനുശേഷം എന്തായി? അതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെറിയ സംസ്ഥാനങ്ങളിലേക്ക് ലയിച്ച് പോവുകയാണെന്ന് മനസ്സിലാക്കുക. ശരി, അടുത്ത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ. എങ്ങനെയാണ്? ഭാഷാ വൈവിധ്യമുള്ള ഇന്ത്യയിൽ ഭാഷാപരമായ ഭരണകൂടം ഒരു നല്ല ഭരണ പ്രാതിനിധ്യം ഉണ്ടാക്കാൻ സഹായിച്ചു, അല്ലേ? കേരളത്തിൽ മലയാളികൾക്ക് വേണ്ടി കേരളം അവിടെ ഒരു പുതിയ മന്ത്രിസഭ ഉണ്ടാകുന്നു. തമിഴ്നാട്ടിൽ അങ്ങനെ, ആന്ധ്രയിൽ അങ്ങനെ, കർണാടകയിൽ അങ്ങനെ, ഗുജറാത്തിൽ അങ്ങനെ, മഹാരാഷ്ട്രയിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ എല്ലാം പുതിയ മന്ത്രിസഭകളും മറ്റുമൊക്കെ. അതായത് ഭാഷാപരമാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമാവും. അതൊരു ലാഗ് ഫീൽ ചെയ്യാത്ത രീതിയിൽ നന്നായിട്ട് പോകും. ഇപ്പം ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് മലയാളത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഉറുദുവിൽ ക്ലാസ് എടുക്കുന്ന ഔദ് ഗല്ലടി ഇല്ലടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗുലു എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വല്ല മനസ്സിലാവും? എനിക്കൊന്നും മനസ്സിലാവും. എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് മനസ്സിലാവേ ഇല്ല. ഓക്കെ, ശരി. അന്തർ സംസ്ഥാന പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? കുറഞ്ഞു എന്ന് വെച്ചാൽ മുൻ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ഭരണപരമായ ഏകോപനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഭരണപരമായ ഏകോപനക്ഷമത, അതായത് ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് അത് ചെയ്തു തീർക്കാനായിട്ട് പിന്നീട് സാഹചര്യം ഉണ്ടായി. പുതുക്കിയ സംസ്ഥാനങ്ങൾ എന്താണ്? 1960 ഗുജറാത്ത്, മഹാരാഷ്ട്ര വിഭജനം. അങ്ങനെ 1960 ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഈ 2000 ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. 2000 ഓക്കെ. CNJ പിന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്. CUJ ആണ്. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് വന്നു. ഓക്കെ. 2014 എന്ത് ചെയ്തു? തെലങ്കാന വന്നു. അപ്പോൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പരിണാമങ്ങൾ സംഭവിക്കുന്നു. സംസ്ഥാന പുനഃസംഘടനയുടെ പരിണാമങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും സംഭവിക്കുന്നു. 2014 ജൂണിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഈ പറഞ്ഞ തെലങ്കാന രൂപീകൃതമാവുന്നു. എന്ത് ചെയ്യാൻ എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ ചരിത്രത്തിൽ ഭരണഘടനാ ചരിത്രത്തിലെ വലിയൊരു മാറ്റമായിരുന്നു ഈ പറഞ്ഞ 1956 നവംബർ 1 വന്ന സംസ്ഥാന പുനഃസംഘടന. ഓക്കെ. ഭാഷാപരമായ വിഭജനം. ഒരു കാലഘട്ടത്തിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആശയം മുന്നോട്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, ഞാൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, സോറി. ശരി. പിന്നീട് 1960, 70, 2000, 2014 നിങ്ങൾക്കറിയാം. ഈ സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നു? ഇത്രയും മാറ്റങ്ങൾ വന്നെങ്കിലും 56 പുനഃസംഘടനയാണ് ഭാവിയിലേക്കുള്ള എല്ലാ പുനഃസംഘടന പ്രക്രിയകൾക്കും അടിസ്ഥാനം വഹിച്ചത്. എങ്ങനെ നമ്മുടെ ഈ ഒരു 1960, 70, 2000 പിന്നെ 2014, 2000 ഒക്കെ സംസ്ഥാന വിഭജനങ്ങൾ നടന്നെങ്കിലും പ്രധാനപ്പെട്ട ഇതിന്റെയൊക്കെ മാതാവ്, ദ മദർ ഓഫ് ഓൾ വിഭജനം ഏതാണ്? അത് 1956 നവംബർ 1. ഏത് കമ്മിറ്റി? ഫസൽ അലി കമ്മീഷൻ. ഓക്കെ ആണല്ലോ? ഇത്രയും സെറ്റ് ആണല്ലോ? വെരി ഗുഡ്. ഓക്കെ. അപ്പം ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിച്ച ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ 3 ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 3 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ തരികയാണ്. നിങ്ങൾക്കായിട്ട് ഈ ഒരു 3 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം. ഈ 3 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഈ 3 ചോദ്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ആദ്യം ചോദ്യം വായിക്കാം. ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. നോക്കിക്കോ. സംസ്ഥാന പുനഃസംഘടനയ്ക്ക് മുൻപ് ഭാരതത്തിലെ ഭരണഘടനാ ഘടനയെക്കുറിച്ച് പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഈ ഒരു പ്രസ്താവന ശരിയാണ് തിരഞ്ഞെടുക്കുക. ഓക്കെ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈ രാജ്യത്ത് 17 ബ്രിട്ടീഷ് പ്രവിശ്യകളും 565 നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ശരി. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. എന്തു പറയുന്നു? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന രാവിലെ കാണുന്ന ആൾക്കാർ എന്തു പറയുന്നു? ഓക്കെ. അടുത്ത 3-ാം പ്രസ്താവന നോക്കാം. ഇന്ത്യൻ ഭരണഘടന 1950 നിലവിൽ വന്നപ്പോൾ നാട്ടുരാജ്യങ്ങൾ നേരിട്ട് സംസ്ഥാനങ്ങളിലേക്കു മാറി. സംതിങ് ഈസ് pretty much fishy in here. That's the only thing I can say right now. You have to find the answer by yourself. That's why I gave you this question. I hope everything is clear to you.
ഇത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി വായിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഉത്തരങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഈ സമയം രേഖപ്പെടുത്താം. ഞാൻ വെറുതെ നിങ്ങൾക്ക് വായിച്ചു തന്നേ ഉള്ളൂ, വെറുതെ വായിച്ചു തന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനി ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്തു. സെറ്റല്ലേ? ഓക്കെ, നമുക്ക് ഉത്തരം പറയേണ്ട സമയമാണിത്. നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, നമുക്കറിയാം. അപ്പൊ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് തന്നെയാണ് 17 പ്രവിശ്യകൾ 514. അത് ശരിയായ ഒരു പ്രസ്താവന. എന്നാൽ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ ലയനക്കരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ പ്രസ്താവന. എന്നാൽ ഭരണഘടന നേരിട്ട് വരുമ്പോൾ നാട്ടുരാജ്യങ്ങൾ നേരിട്ടങ്ങ് സംസ്ഥാനങ്ങളായെങ്കിൽ ഇവിടെ 565 സംസ്ഥാനം ഉണ്ടാവണ്ടേ? 560 സംസ്ഥാനം അതില്ലല്ലോ ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രസ്താവന നമുക്ക് തെറ്റായി പരിഗണിക്കുകയും ഈ 2 പ്രസ്താവന ശരിയാകുമ്പോൾ 1ഉം 2ഉം മാത്രം ശരി എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് വരും. ഓക്കെ, സെറ്റല്ലേ? ശരി, രണ്ടാം ചോദ്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നു. 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായവ അണ്ടർലൈൻ ചെയ്യണം. ശരിയായവ തിരഞ്ഞെടുക്കണം. നമുക്ക് നോക്കാം. കമ്മീഷൻ ദേശീയ തലത്തിലുള്ള ഭരണപരമായ കാര്യക്ഷമതയേക്കാൾ ഭരണപരമായ ഐക്യത്തെ പ്രാധാന്യം വഹിച്ചു. എന്ത് ചെയ്തു? അത് ശരിയാണ്. അതായത് കമ്മീഷൻ ദേശീയ തലത്തിലുള്ള ഭരണപരമായ, അതായത് വേറൊന്നുമില്ല, ഐക്യത്തിനെയാണ്, യൂണിറ്റിയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഭാഷാടിസ്ഥാനത്തിലാകുമ്പോൾ പ്രത്യേകിച്ചും ശരിയാ. നമുക്ക് നോക്കാം. കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒന്നും. ശരിയാണോ? 56 നവംബർ 1 പിള്ളേരെ എന്ത് സംഭവിച്ചു? നമ്മൾ ലാസ്റ്റ് പഠിച്ച പോയിന്റ് ആണ്. സെറ്റാണ്. കമ്മീഷന്റെ അധ്യക്ഷൻ KM പണിക്കരായിരുന്നു. അതെങ്ങനെ ശരിയാവൂടോ? എന്തായാലും നിങ്ങൾ ഉത്തരം എഴുതു, ഞാൻ ഇങ്ങോട്ട് മാറിത്തരാം. നിങ്ങൾക്ക് ചോദ്യം കാണാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഞാൻ എൻ്റെ ഉത്തരം എഴുതിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഉത്തരം ഇപ്പൊ പറയുമ്പോൾ അങ്ങ് കേൾക്കും. തെറ്റിയവർ വീണ്ടും പഠിക്കും, തെറ്റാത്തവരെന്ത് ചെയ്യുക? വീണ്ടും പഠിക്കുക. നല്ലത് തന്നെ, ചോദ്യം പഠിച്ചുകൊണ്ടേയിരിക്കുക. സെറ്റ്. ശരി, ബാ പോ, നമുക്ക് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. ബാ. അപ്പം കമ്മീഷൻ ദേശീയ തലത്തിലുള്ള ഭരണപരമായ കാര്യത്തെക്കാൾ എന്ത് ചെയ്തു? ഭാഷാപരമായ ഐക്യത്തെ. കാരണം അതല്ലേ ശരി. അതുകൊണ്ടല്ലേ 1956 നവംബർ 1 എന്ത് വന്നത്? സംസ്ഥാന പുനഃസംഘടന. അപ്പൊ ശരിയായ പ്രസ്താവന. പോട്ട്. പിന്നെ എത്ര? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശവും. എന്ത് തോന്നുന്നു അക്കച്ച? ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ KM പണിക്കരാണോ? എങ്കിൽ പിന്നെ ഫസൽ അലിക്ക് എന്താ ഇവിടെ റോള്? ആരാ ഏട്ടാ ഞാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫസൽ അലിക്ക് എന്താ റോള്? ഓക്കെ, അപ്പൊ ആ പ്രസ്താവന തെറ്റുമ്പോൾ ഇവിടെയും B ആണ് ഉത്തരം. 1, 2 മാത്രം ശരി. 1, 2 മാത്രം ശരി. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് നിങ്ങൾക്കുള്ള ആ ഒരു ലാസ്റ്റ് ചോദ്യം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം സംബന്ധിച്ചായുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാം. ശരി, മതി. 1956 നടന്ന പുനഃസംഘടനയിലൂടെ ഭാഷാപരമായ സംസ്ഥാനങ്ങൾ സ്ഥാപിച്ചു. ഓഫ് കോഴ്സ് അതാണല്ലോ 14 എണ്ണവും ഇതും 6. ഇതിന്റെ ഭാഗമായി കേരളം, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവയുടെ സംയോജനത്തിലൂടെ രൂപം കൊണ്ടു. ഓക്കെ, കേരളം പിന്നെ എങ്ങനെ രൂപം കൊണ്ടു? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ആണോ? ആണോ? നോക്ക്. 1956 നിയമപ്രകാരം ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 6 അത് ഇച്ചിരി കൂടുതലല്ലേ ഏട്ടാ. എന്തായാലും നിങ്ങൾ ഉത്തരം എഴുതും, ഞാൻ മാറിത്തരാം. ഉത്തരം എഴുതിയോ? നിങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് കേട്ടു. ഈ ടോപ്പിക്കിൽ നിന്നും മാത്രം നിങ്ങൾക്കായി 3 ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ നോട്ടിൽ നിന്ന് പ്യോർലി ബേസ്ഡ് ഓൺ ദിസ് നോട്ട് ദാറ്റ് we just learned about some minutes ago. I hope you all clear about it. പറയൂ. പക്ഷെ രണ്ടാമത്തെ പ്രസ്താവന നമ്മൾ ഒന്നാം പ്രസ്താവന പരിശോധിക്കുമ്പോൾ ഇനി ഉത്തരം ഡിസ്കസ് ചെയ്യാം. അപ്പൊ 56 എന്താണ് ഈ പറഞ്ഞ സംസ്ഥാന പുനഃസംഘടന? കറക്റ്റ് ആണ്. ഇതിന്റെ ഭാഗമായി കേരളം എന്ത് ചെയ്തു? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഓക്കെ ആയി രൂപം കൊണ്ടു. ശരിയാണ്. എന്നാൽ 28 ആണോ? അവിടെ ആ പാട 14 സംസ്ഥാനങ്ങൾ. ഇത് 14 2 അല്ലേ 28? 14 2 28 നിലവിലല്ലേ? ഇപ്പോഴല്ലേ 28? അതും കൂടി ആലോചിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്? B 1, 2 മാത്രം ശരി എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അപ്പോ എന്താണ് നമ്മുടെ സമയം? ഇന്നത്തേക്ക് എനിക്ക് താൽക്കാല വിരാമം അടിക്കാനുള്ള സമയമായി. പിള്ളേരെ, അപ്പം ഇന്നത്തെ 5 AM സെഷൻ ഞാൻ ഇവിടെ തൽക്കാലം അർത്ഥവിരാമമല്ല, ഞാൻ ധനാശി പാടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നല്ലൊരു പഠനകാലം ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന, നല്ലൊരു സെഷനിലൂടെ യാത്ര ചെയ്ത നിങ്ങൾക്കേവർക്കും നല്ല ആശംസയും ഒരു നല്ല ദിവസവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ ക്ലാസ്സിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നമുക്കിനിയും ഇതുപോലെ 5 AM വീണ്ടും കാണാം, വീണ്ടും ചർച്ച ചെയ്യാം. ചരിത്രപരമായ ചോദ്യങ്ങൾ, ചരിത്രപരമായ വസ്തുതകൾ, ചരിത്രത്തിലെ തെറ്റിതിരുത്തിയുള്ള പഠനം, ഇതെല്ലാം സാധ്യമാക്കുന്ന ക്ലാസ്സുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ധനാശി പാടുന്നു. ഓക്കെ, ബൈ.